സിനോജ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ക്ലോക്ക് ടവർ തകർന്ന് വീണുണ്ടായിരിക്കുന്ന അപകടം അതൊരു ഭാഗത്തേക്ക് മുഴുവൻ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും വന്ന് വീണിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവിടെ ഒരു ബാരിക്കേഡ് വെച്ച് കെട്ടിയത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ ഈ അവശിഷ്ടങ്ങൾ നീക്കുക വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്, ഏറെ നേരമെടുക്കുന്ന ഒരു പണിയും കൂടിയാണ്. ഈ അപകടം ഈ ക്ലോക്ക് ടവറുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക സിനോജ്? ഇപ്പോൾ വളരെ പഴക്കമുള്ളൊരു ടവറാണത്. തീർച്ചയായിട്ടും, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ലോക്ക് ടവർ ആയിരുന്നു ഈ ക്ലോക്ക് ടവർ. ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമിന് നടുവിലുള്ള ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വലിയ ക്ലോക്ക് ടവർ, അതാണ് ഇപ്പോൾ തകർന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വീണിരിക്കുന്നത്. ഏതായാലും ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററുടെയും RPF-ൻ്റെ ഒപ്പം തന്നെ ഈ ചെക്കിംഗ് സ്റ്റാഫിൻ്റെ ഒക്കെ തന്നെ ഓഫീസുള്ള ഒരു മേഖല കൂടിയാണ് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഇവിടെ നിർത്തിയിട്ടത് ഇന്നലെ വന്നൊരു ട്രെയിനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് ആരും ഈ ട്രാക്കിൽ ഉണ്ടായിരുന്നില്ല, ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നില്ല, ട്രെയിൻ കാത്ത് നിൽപ്പുണ്ടായിരുന്നില്ല. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇതൊക്കെ തന്നെ പൊളിച്ചു നീക്കി പുതിയ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ കെട്ടിടമൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ഇതൊക്കെ തന്നെ പൊളിക്കാനിരുന്ന ഒരു കെട്ടിടം കൂടിയാണ്. അതിനിടയിലാണ് കനത്ത മഴയിൽ ഇത് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ ഈ തകർന്ന ഈ ട്രെയിനിലേക്ക് വീണിട്ടുണ്ട്, ഒപ്പം തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വീണിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. ഇവിടെ ട്രെയിൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്രക്കാർ ബെഞ്ചിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുള്ള സമയത്തോ അല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പരിക്കോ അല്ലെങ്കിൽ ജീവകാര്യമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വലിയ കൂറ്റൻ ക്ലോക്ക് ടവറാണ്, ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ക്ലോക്ക് ടവറാണ് ഈ കനത്ത മഴയിൽ ഇടിഞ്ഞ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണിരിക്കുന്നത്. ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ മേൽക്കൂരയുണ്ട്, ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ആ മേൽക്കൂരയിലേക്കാണ് വീണത്. ആ മേൽക്കൂര ഉൾപ്പെടെയാണ് തകർന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്കും ഒപ്പം തന്നെ ട്രെയിനിലേക്കും വന്ന് പതിച്ചിരിക്കുന്നത്. ട്രാക്കിലേക്കും കുറച്ച് വേസ്റ്റുകൾ, ചെങ്കലുകളൊക്കെ തന്നെ വീണിട്ടുണ്ട്. ഏതായാലും ഇത് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ സാധിക്കും. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ജീവനക്കാരൊക്കെ തന്നെ, കരാർ കമ്പനിയുടെ ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള സാധിക്കുകയും ചെയ്യും. ഏതായാലും മറ്റൊരു കാര്യം, 4 ട്രാക്കുകളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുള്ളത്. അതിൽ 2-3 ട്രാക്കുകൾക്ക് നടുവിലുള്ള ക്ലോക്ക് ടവറാണ് ഈ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-3 ട്രാക്ക് വഴിയുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തി വെക്കേണ്ടി വരും. 1-4 ട്രാക്കുകൾ ഉപയോഗിച്ച് മാത്രം ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും RPF-ഉം ഒപ്പം തന്നെ റെയിൽവേ അതോറിറ്റിയിലെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിലെ വൈദ്യുതി സംവിധാനങ്ങൾ ഉൾപ്പെടെ താറുമാറായിട്ടുണ്ട്. കേബിളുകളൊക്കെ തന്നെ പൊട്ടിയ നിലയിലാണ്. അതൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു വരികയും ചെയ്യുകയാണ്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഒക്കെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ക്ലോക്ക് ടവർ അപ്പാടെ ഒരു ഭാഗം മുഴുവൻ അടർന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇവിടെ ആളുകൾ ഉണ്ടാകാതിരുന്നതാണ് വലിയൊരു അപകടം ഒഴിവാകാൻ വേണ്ടി കാരണമായത്. അതാണ് കുറേ കാലമായിട്ട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ആരുമില്ല നിലവിൽ. പൊളിഞ്ഞ കെട്ടിടത്തിനടിയിൽ എന്തെങ്കിലും ഓഫീസ് മുറികളുണ്ടായിരുന്നു? ഇല്ല, ആരും ഇല്ലായിരുന്നു. ഓഫീസ് മുറി ആ കെട്ടിടത്തിന് തൊട്ട് താഴെ? ഇല്ല, ഓഫീസ് മുറിയില്ല. ക്ലോക്ക് ടവറിന് താഴെയില്ല, ആരുമില്ല, ഒന്നുമില്ല. അതിൻ്റെ നേരെ സ്റ്റെപ്പാണിത്, 2 ഇറങ്ങണ സ്റ്റെപ്പാണിത്, മനസ്സിലായി? സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് പൊളിഞ്ഞത്. ആ സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് പൊളിഞ്ഞത്. ഇത് പെട്ടെന്ന് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കേനി, പെട്ടെന്ന് ഇത് ഒരു സൗണ്ട് കേട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് ഒന്നായിട്ട് മറിഞ്ഞു വേണം. ചേട്ടൻ നേരിട്ട് കണ്ടു? നേരിട്ട് കണ്ടു. ഭൂമി കുലുക്കമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ആളുകളൊക്കെ പേടിച്ച് ഇങ്ങോട്ട് ഓടി. ആ ക്ലോക്ക് ടവറിന് ഒരു ഭാഗം മുഴുവൻ അങ്ങ് അടർന്നു വീണു? പകുതി ഭാഗം വീണ്. പക്ഷേ അവിടെ ഇനിയും ഭാഗം സൈഡായിട്ട് കിടക്കുകയാണ്. ഒരു ചെറിയ കാറ്റ് വന്നാൽ വീഴാനുള്ള സാധ്യത വീഴുമായിരിക്കും. അതെ. ഈ സമയത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ 1 മണിക്കാണെങ്കിൽ ഇത് 2 എടുക്കുന്ന വണ്ടിയാണ്. എവിടേക്ക് പോകുന്ന വണ്ടിയാണ് ഇത്? കണ്ണൂർ പാസഞ്ചറാണ്, കോഴിക്കോട് കണ്ണൂർ. രാവിലെ 9 മണിക്ക് വന്ന് നിർത്തുന്നതാണ്. 9 മണിക്ക് വന്ന് നിർത്തി ഉച്ചയ്ക്ക് എടുക്കുന്ന വണ്ടി. ഉച്ചയ്ക്ക് 2 പക്ഷേ 2 ഇവിടെ 1 മണിക്കൊക്കെ ആൾ എപ്പോഴും ഉണ്ടാവും. ആ സമയത്തൊട്ടാണെങ്കിൽ വലിയ ഒരു ഇതായിരുന്നു ഉണ്ടായത്. ഈ അപകടം നടക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല? ആളുണ്ടായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെയും ഒപ്പം തന്നെ RPF-ന്റെ ഒക്കെ ഓഫീസുകളില്ല? അതാ ഇതിൻ്റെ ലാസ്റ്റ് ഇതിനപ്പുറത്ത് ഈ ഭാഗത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ, വണ്ടി പുറപ്പെടാൻ നേരമാണ് വരിക അവർ. ഇതൊക്കെ പൊളിക്കാനിരുന്ന കെട്ടിടമല്ലേ? പൊളിക്കാനിരുന്ന കെട്ടിടം. ഇത് കണ്ട ദൃസാക്ഷിയാണ് ഇദ്ദേഹം. മറ്റ് അടുത്ത പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു അല്ലേ? അതെ. ഞാൻ ഓപ്പോസിറ്റ് അവിടെയുള്ള 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്ന് ഇത് വീഴുന്ന കണ്ട് ഓടി വന്നതാണ്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഒഴിവായത്. ഈ സൈഡിൽ കിടക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചറാണ്. ഉച്ചയ്ക്ക് 2:05 എടുക്കേണ്ട ട്രെയിനാണ്. രാവിലെ 9 മണിക്ക് പോകുന്ന ട്രെയിനാണ്.
ഏതായാലും ഈ ട്രെയിൻ ഇവിടെ നിർത്തി ഇട്ട ട്രെയിനാണ്. ഇവിടെ ഈ ട്രെയിൻ ഈ സമയത്ത് കടന്നു പോകാൻ മറ്റു ട്രെയിനുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ യാത്രക്കാർ കാത്തിരിക്കാവുന്നത്. അല്ലെ അവിടെ ബെഞ്ചൊക്കെ കാണാം, യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്, പ്ലാറ്റ്ഫോമാണ്. ഏതായാലും ഭാഗ്യവശാലാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. ഈ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ ഭാഗത്ത് മറ്റു ഓഫീസ് കാഴ്ചയിൽ നിന്ന് കാണാൻ മനസ്സിലാക്കാനാകുന്നത്.